ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ തുടങ്ങിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ പോലും ആക്രമിച്ചു. മറുപടിയായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ ടെൽ അവീവും ഹൈഫയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തി. ഇരു രാജ്യങ്ങളിലുമായി സാധാരണക്കാർ അടക്കമുള്ള നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ടെഹ്റാൻ്റെയും ടെൽ അവീവിൻ്റെയും ആകാശങ്ങൾ ഏതു നിമിഷവും തീയുണ്ടകൾ കൊണ്ട് നിറയുമെന്ന ഭീതിയിലാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യ ഈ യുദ്ധത്തിൽ ആരോടൊപ്പം നിൽക്കണം? ഇറാനുമായി എണ്ണ വ്യാപാരം പോലും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിൽ കുടുങ്ങിയ നിരവധി ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നു. ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നമ്മൾ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. നമുക്ക് ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇന്ത്യക്ക് ഈ സംഘർഷം അത്ര സുഖകരമായ കാര്യമല്ല. ഇരു രാജ്യങ്ങളുമായും പല രീതിയിൽ പങ്കാളിത്തമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ ആര് തന്നെ ശക്തിപ്പെട്ടാലും ആര് തന്നെ തകർന്നാലും ഇന്ത്യക്ക് നഷ്ടങ്ങളുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ജീവിതവുമെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ട്? കാരണങ്ങൾ പലതാണ്. നമ്മുടെ എണ്ണ ആശ്രിതത്വവും വ്യാപാര മാർഗങ്ങളും പശ്ചിമേഷ്യയുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ 80% വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ നിന്ന്. ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ജൂൺ 13 ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ക്രൂഡ് ഓയിൽ വില 10% ഉയർന്നു. $78 സംഘർഷം തുടർന്നാൽ $120, $150 വരെ എത്തിയേക്കാമെന്നെല്ലാം വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ധന വില വർദ്ധിച്ചേക്കും, പെട്രോൾ ഡീസൽ വില കൂടിയേക്കും, അത് ഗതാഗത ചെലവ് വർദ്ധിപ്പിച്ചേക്കും. എണ്ണവില ഉയരുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞേക്കാം, അത് സ്വർണ്ണവിലയെ ബാധിച്ചേക്കാം. അങ്ങനെ അനുബന്ധമായ എല്ലാ മാറ്റങ്ങളും ഇവിടെയും വിപണിയിൽ പ്രതിഫലിച്ചേക്കും. ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ബാധിക്കുന്ന മറ്റൊരു മേഖല വ്യാപാര മാർഗങ്ങളാണ്. ഇറാൻ അതിർത്തിയായുള്ള റെഡ് സീയും സുവേജ് കനാലും വഴി ഇന്ത്യയുടെ $400 ബില്യൺ വിലമതിക്കുന്ന വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യമനിലെ ഹൂത്തി വിമതരുടെ ആക്രമണവും ഇപ്പോഴുള്ള ഇറാൻ ഇസ്രായേൽ സംഘർഷവും മൂലം ഇതിനകം തന്നെ 42% വ്യാപാരം കുറഞ്ഞിട്ടുണ്ട്. ഇന്ധന വ്യാപാരമായാലും ഊർജ സുരക്ഷയായാലും മറ്റു ബന്ധങ്ങളായാലുമെല്ലാം ഇന്ത്യ പശ്ചിമേഷ്യയോടുള്ള സമീപനങ്ങളും നയതന്ത്ര ബന്ധങ്ങളും വാണിജ്യ ഇടപെടലുകളും എല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇറാൻ എന്നൊരു സ്വതന്ത്ര രാജ്യം കാലങ്ങളായി അവിടെയുണ്ട് എന്ന ഒരു അനുമാനത്തിലാണ്. ഈ അടിസ്ഥാന അനുമാനം തകർന്നാൽ, ഇറാൻ തകർന്നാൽ, അത് പല മേഖലകളിലും ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. പുതിയ നയതന്ത്ര അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അത് കാലങ്ങളോളം അസ്ഥിരപ്പെട്ട് കിടക്കുന്ന ഒരു നയതന്ത്ര സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക. അതിലേറ്റവും നന്നായി ബാധിക്കുക സാമ്പത്തിക മേഖലയെ തന്നെയായിരിക്കും. അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇന്ത്യ ഇറാനെ വല്ലാതെ ആശ്രയിക്കുന്ന ഒരു മേഖല. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി 40% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വന്നാൽ പൂർണ്ണമായും യുദ്ധമേഖലയായി മാറിയേക്കാവുന്ന ഒരു ഭാഗമാണിത്. ഒന്നുകിൽ ഈ ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കളമാകും, അല്ലെങ്കിൽ കടലിടുക്ക് വഴി ചരക്ക് ഗതാഗതത്തിന് ഉപരോധം വരും. രണ്ടും ഇന്ത്യക്ക് ക്ഷീണം ചെയ്യും. താൽക്കാലിക തടസ്സങ്ങൾ പോലും ക്രൂഡ് ഓയിൽ വില കൂട്ടുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം വലിയ വെല്ലുവിളികളാണ്. ആഭ്യന്തര പണപ്പെരുപ്പം, വ്യാപാര അസന്തുലിതാവസ്ഥ, കറൻസി സമ്മർദ്ദം, അല്ലെങ്കിൽ ധനക്കമ്മിയിൽ കുത്തനെയുള്ള കുതിച്ചുചാട്ടം, ഇവയെല്ലാം സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നർത്ഥം. എണ്ണക്കപ്പുറം ഇന്ത്യ ആശ്രയിക്കുന്ന ഏറെ തന്ത്രപ്രധാനമായ ഒരു ജോഗ്രഫിയിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. അതിന് കാരണം ചബഹാർ തുറമുഖമാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ചബഹാർ പോർട്ട്. പാകിസ്ഥാന്റെ ഗ്വദറിനെതിരെ ഇന്ത്യ നിർമ്മിച്ച ഒരു പോർട്ടാണിത്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള സുപ്രധാന കണ്ണിയാണ് ഈ ചബഹാർ തുറമുഖം. യുദ്ധാനന്തര ഇറാനിൽ ഒന്നുകിൽ ഈ തുറമുഖം ഉപയോഗശൂന്യമാകും, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടും. അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരും. അപ്രകാരം തന്നെയാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൻ്റെയും കാര്യം. ഇന്ത്യയുടെ ഏക കര വ്യാപാര പാതയാണിത്. മാത്രമല്ല പാകിസ്ഥാനെയും ചൈനയെയും മറികടന്ന്
മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും പോകാനുള്ള ഇന്ത്യയുടെ ഒരു ബൈപ്പാസ് കൂടിയാണ് ഈ ഇൻ്റർനാഷണൽ പാത. ഈ വടിയും ഒരുപക്ഷെ യുദ്ധക്കളമായേക്കാം, ഉപരോധങ്ങൾ വരാം. ഷിയ ഭൂരിപക്ഷ ഇറാൻ വിഘടിക്കുകയോ അധിനിവേശം നടത്തപ്പെടുകയോ ചെയ്താൽ ഇന്ത്യക്ക് ഈ മേഖലയിലേക്കുള്ള അതിൻ്റെ ഭൗതിക കവാടം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. സുരക്ഷാ ഭീഷണികൾ ഗണ്യമായി വർദ്ധിക്കുന്നതാണ് മറ്റൊരു കാര്യം. എത്രയോ എതിർപ്പുകളുണ്ടെങ്കിലും നിരവധി ഭീകരവാദ ശക്തികൾക്കെതിരായ ഒരു ബഫറായി പ്രവർത്തിക്കുന്ന ഇറാഖിലും സിറിയയിലുമടക്കം ഐസിസ്, അൽ ഖ്വയ്ദ പോലുള്ള ഗ്രൂപ്പുകളെ അകറ്റി നിർത്തുന്ന കാര്യത്തിൽ ഇറാന് കാര്യമായ പങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ തകർന്നാൽ അത്തരം ഗ്രൂപ്പുകൾ വീണ്ടും പുനരുജ്ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആയുധ കരിഞ്ചന്തകൾക്ക് അത് ഇന്ധനമാകും. ദക്ഷിണേഷ്യ ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ റാഡിക്കൽ പോരാളികൾ ചേക്കേറിയേക്കാം. കശ്മീരിലും പുറത്തും നിലനിൽക്കുന്ന ഭീകരാക്രമണ ഭീഷണികൾക്ക് പുറമെ ഇന്ത്യ പുതിയ തരം വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. തീവ്ര പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെ പുതിയ ഇടങ്ങൾ തിരയാൻ തുടങ്ങിയാലുള്ള മറ്റൊരു പ്രശ്നം കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഇത്രയും കാലം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിരുന്ന ഷിയ സുന്നി സന്തുലിതാവസ്ഥയുണ്ട് നമ്മുടെ രാജ്യത്ത്. അവിടെയും ഇത് പുതിയ സമ്മർദ്ദങ്ങൾ ഉടലെടുക്കാൻ കാരണമായേക്കും. നയതന്ത്രപരമായി ഇന്ത്യക്ക് പശ്ചിമേഷ്യയിലുള്ള ഒരു നിർണായക കേന്ദ്രമാണ് ഇറാൻ്റെ കൂടെ നഷ്ടപ്പെടുക. പശ്ചിമേഷ്യയിൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാനുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാൻ ഇന്ത്യയുടെ സ്ഥിരതയുള്ള ഒരു പങ്കാളിയാണ്. ഇറാൻ ഇല്ലാതാകുന്നതോടെ ആ ഒരു ചാനൽ തന്നെ മാഞ്ഞുപോകും. ആ മേഖലയിലെ ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം ഗണ്യമായി ചുരുങ്ങും. ഇത് സൗദി അറേബ്യ, ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ കർക്കശമായ സഖ്യങ്ങളിലേക്ക് നീങ്ങാൻ ന്യൂഡൽഹിയെ നിർബന്ധിതരാക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുള്ള തിരിച്ചടികളല്ല ഇന്ത്യ പ്രതീക്ഷിക്കേണ്ടത്. ഇറാൻ തകരുന്നത്, ഇറാൻ ഇല്ലാത്ത ലോകക്രമത്തിൽ ഇടപെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വെറുമൊരു ഭരണമാറ്റം മാത്രമാകില്ല. ഇന്ത്യ കെട്ടിപ്പടുത്ത വലിയൊരു ലോക നയതന്ത്ര ഘടനയുടെ തകർച്ചയാകും. പടിഞ്ഞാറോട്ടുള്ള പ്രവേശനം, ഊർജ്ജ സുരക്ഷ, പ്രാദേശികപരമായ സ്വാധീനങ്ങൾ, തന്ത്രപരമായ സ്വയംഭരണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് തിരുത്തെഴുത്ത് വേണ്ടിവരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ വളരെ നിശബ്ദമായി ഇന്ത്യൻ വിദേശ നയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരിക്കും. തിരിച്ചെടുക്കാൻ കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യക്കേൽക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കും.